പരിവാദിനികളീലയ കലാകുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ശ്രീ ഗുരുഭ്യോ നമഃ. പരിമാണം തതഃ പരിമാണം തതഃ ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം തദ്വത് തസ്മാത് ഓം തദ്വത് തസ്മാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം സുഖൈകത്വാത് ഓം സുഖൈകത്വാത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വ്യാപകതയാ ദിശാമസ്തിത്വാത് ഓം വ്യാപകതയാ ദിശാമസ്തിത്വാത്. സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളെ പ്രണാമം. ഈ സത്സംഗവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്ര വിചാരം ഇന്ന് നമുക്ക് സൂത്രം 16 വിചാരം ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിലെ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, ഓരോ ആഴ്ചയും നമ്മൾ വിചാരം ചെയ്യുന്ന സൂത്രങ്ങളെ പൂർവ്വ സൂത്രങ്ങളോട് കണക്ട് ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കണമെന്നും എല്ലാ ദിവസവും അത് ഉപാസന ചെയ്യണം. ഓരോ ദിവസവും ഓരോ സൂത്രങ്ങളും ഏകദേശം ഒരു 15 സൂത്രങ്ങളാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 15 സൂത്രങ്ങളും ഓരോ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എടുക്കുമ്പോൾ അത് ജപിക്കുക. അത് ജപിച്ചിട്ട് അതിൻ്റെ പദച്ഛേദവും അതിൻ്റെ ആശയവും വിചാരം ചെയ്യുക. അങ്ങനെ ഈ കൃതി പഠിച്ച് തീരുന്നത് വരെ, നമുക്ക് കുറച്ച് സൂത്രങ്ങളേ ഉള്ളൂ, തീരുന്നത് വരെ ഇത് മാത്രം നമ്മൾ ഉപാസന ചെയ്യുക. അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കാതെ പഠിക്കുന്നിടത്ത് മനസ്സ് വെച്ച് ശ്രദ്ധയോടെ പഠിക്കുക. എന്തായാലും ഈ സൂത്രങ്ങളുടെ എല്ലാം ഉച്ചാരണവും പദച്ഛേദവും ആശയവും നിർബന്ധമായും പഠിച്ചിരിക്കണം നമ്മൾ. കാരണം നമ്മൾ ഒത്തിരി സമയമെടുത്ത് ഒരു സൂത്രം 2 ക്ലാസ് കൊണ്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. 63 പേരുണ്ടെങ്കിൽ
63 പേരിലേക്കും കൂടി നമുക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇത്രയും ആളുകൾ ഇത് അറിവുള്ളവരായിട്ട് മാറും. അപ്പോൾ നമ്മൾ പഠിച്ച അറിവ് പകർന്നു കൊടുക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. ഇനി വേദാന്ത സൂത്രം 16 ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. അതിനു മുമ്പ് സൂത്രം 14 പരിമാണം തതഹ എന്നുള്ളതായിരുന്നു. സൂത്രം 15 സദസദോരന്യോന്യ കാര്യകാരണത്വാത് എന്നുള്ളതാണ്. അപ്പോൾ അളന്നറിയാനാവാത്ത ആ അപരിമാണമായ ആ പരമസത്യത്തിൽ നിന്നാണ് പരിമേയമായിട്ടുള്ള ഈ പ്രപഞ്ചവും സമസ്ത ചരാചരങ്ങളുമായി ഇരിക്കുന്നത് എന്ന് പറയും. എണ്ണി അറിയാവുന്നതെല്ലാം എണ്ണാനാവാത്ത പരമസത്യത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള നമ്മൾ 14 സൂത്രത്തിലൂടെ പറഞ്ഞത്. 15 സൂത്രത്തിലാണെങ്കിൽ അങ്ങനെ ഈ പ്രപഞ്ചം അളന്നറിയാവുന്നതായിട്ട് ഈ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ ഇങ്ങനെ പ്രതീതമായിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് പ്രതീതമായതെന്ന് വെച്ചാൽ സത്തും അസത്തുമായിട്ടാണ്. അതുമാത്രമല്ല കാര്യവും കാരണവുമായിട്ടാണ് ഇതിവിടെ ഓരോന്നിനും കാര്യകാരണ ഭാവത്തിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രതിഭാസിതമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ലൗകികമായ ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ കാര്യകാരണപരതയെ വിചാരം ചെയ്തു കഴിഞ്ഞു. ഇനി ഏകദേശം ഈ സൂത്രം എത്തുമ്പോൾ ഈ അസത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള സത്യാന്വേഷണം തീരുവാണ്. അപ്പോൾ ഇവിടെ 16 സൂത്രത്തിൽ കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കണം. അഹം മമേതി വിജ്ഞാതഃ മത്തോ നാന്യഃ. അഹം മമേതി വിജ്ഞാതഃ മത്തോ നാന്യഃ. അതാണ് സൂത്രം. അഹം മമ പ്ലസ് ഇതി. മമേതി എന്നുള്ളത് 2 വാക്കുകൾ ചേരുമ്പോഴാണ് മമ പ്ലസ് ഇതി മമേതി. അഹം മമ ഇതി വിജ്ഞാതഃ മത്തഃ മത്തോ നാന്യഃ ചേർത്ത് പിരിക്കണം. നമുക്ക് ഒരൊറ്റ പദമായിട്ട് എടുത്താൽ അവിടെ മത്തഃ പ്ലസ് ന പ്ലസ് അന്യഃ, മത്തോ നാന്യഃ എന്നാവും. അപ്പോൾ എത്ര പദങ്ങൾ പിരിക്കാം അവിടെ? മമേതി എന്നുള്ളതും മത്തോ നാന്യഃ എന്നുള്ളതും പിരിക്കാനുണ്ട്. ഒന്നുകൂടെ നോക്കിക്കേ. അഹം മമ ഇതി വിജ്ഞാതഃ മത്തഃ ന അന്യഃ. അതാണ് സൂത്രം. ഇനി അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ ഗ്രന്ഥം എടുത്ത് കയ്യിൽ വെച്ചിട്ട് അത് വായിക്കുകയും പദം പിരിച്ച് പറഞ്ഞു നോക്കുകയും പറ്റുമെങ്കിൽ നമ്മുടെ അടുത്തൊരു നോട്ട് ബുക്ക് വെച്ചിട്ട് അതിലേക്ക് അതൊന്ന് പിരിച്ച് എഴുതി നോക്കുകയും കൂടി വേണം. എന്നിട്ട് അത് ഉച്ചരിച്ച് പഠിക്കുക. കാരണം ഒരു വാക്ക് തന്നെ പലവട്ടം പറയാനുണ്ടല്ലോ. ഇനി നമുക്ക് എന്താണ് ഓരോ പദത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് നോക്കാം. അഹം മമ ഇതി, അതൊക്കെ നമ്മൾ ഒത്തിരി വിചാരം ചെയ്തിട്ടുള്ള പദങ്ങളാണ്. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നർത്ഥം, മമ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നർത്ഥം, ഇതി എന്ന് പറഞ്ഞാൽ എന്ന് എന്നുള്ള അർത്ഥമാണ്. അഹം മമ ഇതി, ഞാനെന്നും എൻ്റെ അല്ലെങ്കിൽ എൻ്റേതെന്നും വിജ്ഞാത അറിയപ്പെടുന്നത്. ഇപ്പോൾ ഞാനെന്നും എൻ്റേതെന്നും അറിയപ്പെടുന്നത്. മത്തഹ, മത്തഹ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്. നമ്മൾ ഇതുപോലെ തന്നെ ഒരു പദം ത്വത്തഹ എന്നൊരു പദം പഠിച്ചിട്ടുണ്ട്. അത് ഏത് കൃതിയിലാന്ന് ഓർമ്മയുണ്ടോ? ത്വത്തഹ. കൃതികളൊക്കെ എന്ന് ഉപാസന ചെയ്യണവർക്ക് പദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഗുരു എവിടെ അത് പറഞ്ഞേക്കണേന്ന്. ഒരു പഞ്ചകത്തിലാണ്. ഓ അതെ, ബ്രഹ്മവിദ്യാ പഞ്ചകത്തില് ഗുരു പറഞ്ഞിട്ടുണ്ട്. മത്തഹ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്, ത്വത്തഹ എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്ന് അല്ലെ. ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി ന മനോ ബുദ്ധിർന്ന ചിത്തം വപുഹു പ്രാണാഹങ്കൃതയോ അന്യതപ്യസത വിദ്യാ കൽപ്പിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം ജഗതിദം ത്വത്തപരം നാന്യതോ ജാതം ന സ്വതയേവ ഭാതി മൃഗതൃഷ്ണാപം ധരീദൃശ്യത എന്നുള്ളിടത്ത് നിന്നിൽ നിന്ന് എന്നുള്ളിടത്ത് ഗുരു ത്വത്തഹ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ മത്തഹ എന്നിൽ നിന്ന്, ന അന്യഹ അന്യമല്ല. ഞാൻ എൻ്റേത് എന്ന് അറിയപ്പെടുന്നതെല്ലാം എന്നിൽ നിന്ന് അന്യമല്ല. ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിലെ ഞാൻ 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 എന്ന ഓരോ ജീവികളുടെയും ഉള്ളിലിരുന്ന് തുടിക്കുന്ന ആത്മാംശവും എൻ്റേത് എന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാതും എന്നിൽ നിന്ന്, ആ പരമസത്യത്തിൽ നിന്ന്
ആ പരമ ചൈതന്യത്തിൽ നിന്നും അന്യമല്ല. അതാണ് നമുക്കൊന്ന് വിചാരം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സൂത്രാർത്ഥം ഒന്ന് എഴുതി വയ്ക്കാം നമുക്ക്. ഓരോ പദങ്ങളുടെയും അർത്ഥം എഴുതിയെന്ന് തോന്നുന്നു. അഹം മമ ഇതി, ഞാൻ എൻ്റേത് എന്ന് വിജ്ഞാതഃ അറിയപ്പെടുന്നത്, മത്തഃ എന്നിൽ നിന്നും, ന അന്യഃ അന്യമല്ല, വേറിട്ടതല്ല. ഇനി സൂത്രാർത്ഥം എന്ന് കൊടുത്തിട്ട് അതിൻ്റെ സൂത്രാർത്ഥം ഒന്ന് കുറിച്ച് വയ്ക്കുക. ഞാൻ എൻ്റേത് എന്ന് അറിയപ്പെടുന്നതൊന്നും ആത്മാവിൽ നിന്ന് അന്യമല്ല, അല്ലെങ്കിൽ പരമസത്യത്തിൽ നിന്നും അന്യമല്ല. ഞാൻ എൻ്റേത് എന്ന് അറിയപ്പെടുന്നതൊന്നും ആ പരമസത്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അറിയപ്പെടുന്നതെല്ലാം, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ആ ആത്മാവിൽ നിന്നും അന്യമല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് സത്തിനും അസത്തിനും കാര്യകാരണഭാവം സംഭവിക്കുന്നതിനാൽ, അവിടെ ചേർത്ത് വെച്ച് പഠിച്ചോളണം, പൂർവ്വസൂത്രത്തോട് കണക്ട് ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ. സത്തിനും അസത്തിനും കാര്യകാരണഭാവം സംഭവിക്കുന്നതിനാൽ ഞാൻ എൻ്റേത് എന്ന് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ചരിക്കുമ്പോൾ പറയപ്പെടുന്നതെല്ലാം ആ മത്തഹ, ആ ഈശ്വരനിൽ നിന്ന്, ആത്മാവിൽ നിന്ന് അന്യമല്ല. കാരണം ഇവിടെ എല്ലാം കാര്യകാരണഭാവത്തിലാണോ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ആ പരമസത്യത്തിൽ നിന്നും ഭിന്നമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൂത്രമായി ഓരോരോ പദങ്ങളുടെ അർത്ഥമായി, സൂത്രാർത്ഥമായി അത്രയും കുറിച്ച് വയ്ക്കുക. അതിനുശേഷം ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മൾ പലരുടെയും ഓഡിയോ ഒന്ന് ഓപ്പൺ ആയാൽ നമുക്കറിയാം വല്ലാത്തൊരു ബഹളായമാനമായ അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ആത്മവിചാരത്തിനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദാർശനിക കൃതി, ആഴത്തിലുള്ള ഒരു ദാർശനിക കൃതിയുടെ ചിന്തയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരിത്തിരി മനസ്സിന് ശ്രദ്ധ കിട്ടുന്നത് പോലെ കുറച്ച് ശബ്ദമില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് നമ്മളിത് ചിന്ത ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് എത്തില്ല ഉള്ളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സൂത്രം, 11ാമത്തെ സൂത്രത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രഹ്മൈവാഹം അസ്മി. അവിടെ ഒരു ജീവന്റെ ഭാഗത്ത് നിന്ന്, സത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിചാരം ചെയ്ത് അവസാനിപ്പിച്ചത് ആ ബ്രഹ്മത്തിൽ നിന്ന് ഞാൻ ഭിന്നമല്ല, ഞാൻ ആ ബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ബ്രഹ്മൈവാഹമസ്മി തദിതം ബ്രഹ്മൈവാഹമസ്മി എന്ന് അത് കൺക്ലൂഡ് ചെയ്തതാ. സത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള അന്വേഷണം. ഇവിടെ അസത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള അന്വേഷണവും അവസാനിക്കുന്നത് ആ പരമമായ ഈശ്വരനിൽ തന്നെയാണ്. അതാണ് ഇവിടെ ആ ഏകത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ സൂത്രവും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്, ഗുരു കൊണ്ടുപോയി എത്തിക്കുന്നത് നമ്മളെ. അപ്പോൾ ഇവിടെ നമ്മളിത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന ജീവഭാവവും എൻ്റേത്, ഞാൻ എന്ന് പറയുന്ന ജീവഭാവത്തിനെയാണ് ഞാൻ എന്ന് പറയുന്നത്. എൻ്റേത് എന്ന് ശരീരബുദ്ധ്യാദികളോടുള്ള ചേരലും. എൻ്റേതെന്ന് പറയുമ്പോൾ ആദ്യമേ ഈശ്വരശക്തി സ്പന്ദിച്ച് ഞാൻ എന്ന ജീവസ്വരൂപമായി, പിന്നെ അതിൽ നിന്നാണ് എൻ്റെ അന്ധകരണം വന്നു, എൻ്റെ ഇന്ദ്രിയങ്ങൾ വന്നു, പിന്നെ ശരീരം വന്നു, പിന്നെ ഈ ശരീരത്തോട് ചേരുന്ന ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക വസ്തുക്കൾ വന്നു, നമ്മളോട് ചേർത്ത് വെക്കുന്ന ബന്ധങ്ങൾ വന്നു. ഇതെല്ലാം ഓരോന്നും ഈ ഞാനിനോട് ചേർത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ എന്ന ജീവഭാവവും എൻ്റേത് എന്ന ശരീരബുദ്ധ്യാദികളോടുള്ള ആ ചേർച്ചയും അതിനോടുള്ള ഏകീകരണവും എല്ലാം വാസ്തവത്തിൽ ലക്ഷീകരിക്കുന്നത് ആ ഏകമായ സത്തേ തന്നെയാണ്. ഞാനെന്ന ജീവഭാവവും എൻ്റേത് എന്ന ശരീരബുദ്ധ്യാദികളോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം മനസ്സിലാക്കുന്നതെല്ലാം എന്താണെന്ന് പറഞ്ഞത്, ആ ഏകമായ സത്യത്തെ തന്നെയാണ് ലക്ഷീകരിക്കുന്നത്. ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ള എൻ്റേതുകളും ലക്ഷീകരിക്കുന്നത് ആ പരമാത്മ സത്യത്തെ തന്നെയാണെന്ന് അറിയുമ്പോൾ ഞാനും എൻ്റേതും എന്നിൽ നിന്ന് വേർപെട്ടതല്ലെന്ന് മനസ്സിലാവും. ഞാൻ എന്തൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം ആ പരമമായ ഈശ്വര സത്തയോട് ചേർന്ന് തന്നെ ഇരിക്കുന്നവയാണ് എന്ന് മനസ്സിലാവും. അത് നമ്മൾ കുറച്ച് ഇത് വ്യാഖ്യാനത്തിലോട്ട് വരുമ്പോൾ നമുക്കത് ഒന്നും കൂടിയൊക്കെ ക്ലിയർ ആവും.
ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ചിന്തയ്ക്കും നമ്മൾ പറയുള്ളൂ എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ കാല്, എൻ്റെ കയ്യ്, എൻ്റെ അറിവ്, ഇങ്ങനെയെല്ലാം നമ്മൾ എൻ്റെ ചേർത്തിട്ടാണ് പറയണത്. അപ്പോൾ അതിനകത്ത് ജീവബുദ്ധിയും ഇന്ദ്രിയ ബുദ്ധിയും ഒക്കെ അവിടെ ചേർന്ന് വരുന്നുണ്ട്. അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് നിർവാണ ഷഡ്കം പോലെയുള്ള കൃതി രചിച്ചപ്പോൾ ആചാര്യസ്വാമികൾ പറഞ്ഞത് മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അവിടെ മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം, ഞാൻ അന്ധകരണമല്ല, മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ഒന്നും ഞാനല്ല. അവിടെ ആത്മാവാണ് സംസാരിക്കുന്നത് പോലും ആത്മചൈതന്യമാണെന്നുള്ള രീതിയിലാണ് ആ സംസാരം. ഞാൻ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ ഒന്നുമല്ല. പിന്നെ നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ, ഞാൻ പഞ്ചേന്ദ്രിയങ്ങളല്ല, കണ്ണോ മൂക്കോ നാക്കോ തൊക്കോ ഒന്നുമല്ല. ഞാൻ പിന്നെ ആരാണ്? നജ വ്യോമ ഭൂമിർന്ന തേജോന്ന വായു, ഞാൻ ഭൂമിയോ ആകാശമോ ജലമോ വായുവോ അഗ്നിയോ ഒന്നുമല്ല. ഞാൻ പഞ്ചേന്ദ്രിയങ്ങളല്ല, അന്ധകരണമല്ല, പഞ്ചഭൂതങ്ങളല്ല. പിന്നെന്താ? ഞാൻ സച്ചിദാനന്ദ സ്വരൂപമായ ആ ശിവമാണ്, ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അനുഭൂതി ധനന്മാരായ സത്യദർശികളായ ഋഷീശ്വരന്മാര് ഒരിക്കലും ശരീരബുദ്ധ്യാദികളെയോ മനസ്സിനെയോ പഞ്ചഭൂതങ്ങളെയോ ഒന്നും ഞാനെന്ന് ആ സ്വരൂപത്തിൽ നിന്നും മാറി വ്യത്യസ്തമായി വ്യവഹരിക്കില്ല. ഗുരുവും അതുപോലെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഞാനും എൻ്റേതുകളും, ഞാനെന്നും എൻ്റേതെന്നും അറിയപ്പെടുന്നതെല്ലാതും ആ പരമസത്യത്തിൽ നിന്നും വേറിട്ടതല്ല എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി ഇവിടെ ഗുരു പറയുന്നുണ്ട്, കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം പരവിളി തന്നിലുയർന്ന ഭാനുമാന്തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം എന്ന്. നമുക്കറിയാം, ആത്മോപദേശ ശതകം നമ്മളെല്ലാവരും ഒത്തിരി മനനം ചെയ്യുന്നതും വിചാരം ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെയാണ്. ഗുരുവിൻ്റെ കൃതികൾ ഓരോന്നും നമ്മൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെന്നെത്താൻ എളുപ്പവും ലളിതവുമായിട്ടുള്ളതാണ് ആത്മോപദേശ ശതകം. പക്ഷെ അത് പലരും വ്യാഖ്യാനിക്കുമ്പോൾ പലയിടത്തും നമുക്ക് ഓടിപ്പോകാൻ തോന്നുന്ന രീതിയിലായിരിക്കും അത് വ്യാഖ്യാനിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലളിതവും ഏറ്റവും മനുഷ്യർ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ലളിതമായ പദങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തെ പറഞ്ഞു തരികയാണ് ഗുരു. അവിടെ നമ്മൾ എല്ലാ ശാസ്ത്രങ്ങളും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് വല്ലാത്ത ഒരു അക്കാഡമിക് തലത്തിലേക്ക്, ഒരു ബുദ്ധിയുടെ തലത്തിലേക്ക്, മനസ്സിൻ്റെ തലത്തിലേക്ക് പഠിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റുമ്പോൾ നമുക്ക് പലപ്പോഴും പഠിക്കുന്ന ആളുകൾക്ക് തന്നെ വളരെ വിഷമം തോന്നാറുണ്ട്. അത് ഏറ്റവും ലളിതമായി തന്നതിനെ ഏറ്റവും ക്ലിഷ്ടമായി വ്യാഖ്യാനിക്കുന്നത് എന്തിനാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു നമുക്ക് എന്ത് എളുപ്പത്തിലാണ് പറഞ്ഞു തന്നേക്കണം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിൽ. ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ചോദിച്ചാൽ ഓരോ അർത്ഥം ക്ലിയറായിട്ട് മനസ്സിലാവും അല്ലേ? അന്ധകരണവും, കരണം എന്ന് പറഞ്ഞാൽ അന്ധകരണവും, കളേബരം ശരീരം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളോ പഞ്ചകർമ്മേന്ദ്രിയങ്ങളോ ജ്ഞാനേന്ദ്രിയങ്ങളോ നമ്മുടെ ശരീരമോ ഒക്കെ കൊണ്ട് നമ്മൾ അന്ധകരണം കൊണ്ട് ചിന്തിച്ചും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിഞ്ഞുമൊക്കെ അറിയുന്ന ആ അറിവ്, ഈ പ്രാപഞ്ചികമായ എല്ലാ അറിവും ഓർത്താൽ ആ പരവിളി തന്നിൽ ഉയർന്ന ഭാനുമാന്റെ തിരുവുരുവാണ്. ആ ഹൃദയാകാശത്തിൽ നിന്ന് ഉദിച്ച ആ പരമാത്മ സൂര്യന്റെ തന്നെ പ്രകടനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കും. എന്നിൽ നിന്ന് വേറിട്ടല്ല പ്രപഞ്ചം, എന്നിൽ നിന്ന് വേറിട്ടല്ല ഒരു പ്രപഞ്ച ദൃശ്യവും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അത് ഗുരു പറഞ്ഞത് തിരഞ്ഞു തേറിടേണം എന്നാണ്. ഉപനിഷദ് ഋഷിയുടെ ഭാഷയിലാണ് ഗുരു സംസാരിക്കുന്നതൊക്കെയും. മലയാള ഭാഷയിൽ ഇത് പറഞ്ഞു തന്നത് നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ സംസ്കൃതമാണ് അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഇതിൽ നിന്നൊന്നും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ ഉപനിഷത്ത് സത്യത്തെ വളരെ ലളിതമായി ഗുരു നമുക്ക് ആത്മോപദേശ ശതകത്തിലൂടെ തന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഞാനും എൻ്റേതും എന്നിൽ നിന്ന് അന്യമല്ല എന്നാണ് പറയണത്. ഞാനും
എന്തൊക്കെ ഞാൻ തൊട്ടറിയുന്നോ ചിന്തിച്ചറിയുന്നോ അതെല്ലാം ഒരിക്കലും എന്നിൽ നിന്നല്ല എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിലും പറയുന്നുണ്ട്. ഇങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഗുരു പറയണത്? തിരയണം. തിരയണം എന്നുള്ളതിന് ആരായണം, ഓർക്കണം എന്നൊക്കെ ഭഗവാൻ പലയിടങ്ങളിലും ആ വാക്കുകൾ ഇടക്കിടക്ക് നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇതൊക്കെ അർത്ഥം അന്വേഷിക്കണം എന്നാണ്. അപ്പൊ ഗുരുവിൻ്റെ വാക്കുകളെ, ഗുരുവിൻ്റെ കൃതിയെ വളരെയധികം യുക്തിവിചാരം ചെയ്ത്, വളരെയധികം അന്വേഷണം ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോന്നല്ല ഗുരു പറയണത്. തിരയണം, ആരായണം, ഓർക്കണം. ഇനി അങ്ങനെ തിരഞ്ഞാൽ മാത്രം പോരാ, തിരഞ്ഞു തേറിടയണം, തിരഞ്ഞ് അനുഭവിക്കണം എന്നാണ് ഗുരു പറയണത്. ഈ കാണുന്നതെല്ലാം എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ഞാൻ അറിയുന്ന സകലതും ആ എന്നിൽ നിന്ന് തന്നെ, എൻ്റെ ഹൃദയാകാശത്തിൽ നിന്ന് തന്നെ തെളിഞ്ഞ ആ പരമാത്മ സൂര്യൻ്റെ പ്രകടനമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. അത് അകത്ത് അന്വേഷിക്കണം, പുറത്തല്ല അന്വേഷിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഓടുകയാണ്. ഭക്തി തേടിയുള്ള മനുഷ്യൻ്റെ ഓട്ടം എവിടെ അവസാനിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു കുഞ്ഞുങ്ങൾക്ക് നാളെ ക്ലാസ് അവസാനിക്കുമ്പോൾ കുറച്ച് പഠനോപകരണങ്ങൾ, ബുക്കോ അല്ലെങ്കിൽ കുറച്ച് സ്കൂൾ സാമഗ്രികളോ കൊടുക്കണമെങ്കിൽ ആ കൊടുക്കാൻ അവിടെ ഇത്തിരി നേരം അവിടെ ശാഖയിൽ അവിടെ നിൽക്കാൻ സമയമില്ല. ഓടുകയാണ് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും, ഏതോ ഒക്കെ ദൂരെ ക്ഷേത്രങ്ങളൊക്കെ നോക്കി കൊട്ടിയൂർ മുതലുള്ള ക്ഷേത്രമൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടം കുറക്കാനാണ് ഗുരു നമുക്കിതെല്ലാം തന്നിരിക്കുന്നത്. പക്ഷേ അത് 10 മടങ്ങ് ഓട്ടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പഠിക്കാനോ അറിയാനോ ഒന്നും മുന്നോട്ട് വരാൻ ഒരു ക്ഷമയോ സഹനതയോ ആരും കാണിക്കുന്നേ ഇല്ല. ആരെങ്കിലുമൊക്കെ കൊടുത്തോ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ പോണേ, എന്തിനാ ഓടണേ, എന്തിനാ പോണേ, എന്ത് തേടിയാ പോണേന്നും അവർക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഓട്ടത്തിൻ്റെ സ്പീഡ് കൂടി വരികയാണ്. കാരണം കലിയുഗം അതിൻ്റെ എല്ലാ കൽമഷങ്ങളും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ ഉള്ളിലേക്ക് തിരിയാൻ തയ്യാറാകാതെ പുറത്ത് ഓടി നടക്കുകയാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഗുരു പറയാണ്, തിരഞ്ഞ് തേറിടണം, തിരഞ്ഞ് അനുഭവിക്കണം. അങ്ങനെ തിരയുമ്പോൾ നാം എത്തിച്ചേരുന്ന അനുഭവമാണ് എന്താ നമ്മൾ അനുഭവിക്കുന്നത്? എത്തുമ്പോൾ ഞാൻ എന്ന ജീവനും എൻ്റെ, ഇപ്പോൾ പറഞ്ഞു വന്നത് കരണവും ഇന്ദ്രിയവും കളയപരം. ആ ശ്ലോകത്തിലൂടെ ഗുരു ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇതായിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലെ? ഭഗവാൻ എന്താണ് അതിലൊളിപ്പിച്ചു വെച്ച സത്യം എന്നുള്ളത് നമ്മൾ അനുഭവിച്ചാലല്ലേ അറിയുള്ളൂ. അപ്പോൾ ഗുരു പറയുന്ന വാക്കുകളുടെ അർത്ഥം വെച്ച് നമുക്കിതൊക്കെ വിശദീകരിക്കാൻ പറ്റുള്ളല്ലോ, അജ്ഞരായ നമുക്ക്. അങ്ങനെ തിരയുമ്പോൾ നാം എത്തുന്ന അനുഭവമാണ് ഞാൻ എന്ന ജീവനും എൻ്റെ മനസ്സും എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ ശരീരത്തോട് ചേർത്ത് ഞാൻ അനുഭവ വിഷയമാകുന്ന എണ്ണമറ്റ ദൃശ്യജാലങ്ങളെല്ലാം, അതോടുകൂടിയ ഈ പ്രപഞ്ചവും പരമാത്മ സൂര്യൻ്റെ ദിവ്യരൂപം തന്നെയാണെന്ന് നമുക്ക് ആ ബോധാനുഭവത്തിൽ തെളിഞ്ഞ് അനുഭവിക്കാമെന്ന ഗുരു പറഞ്ഞത്. അന്വേഷിപ്പിൻ കണ്ടെത്തും, അല്ലേ? അപ്പോൾ ഗുരു അത് തന്നെ നമ്മളോട് പറഞ്ഞു. അന്വേഷിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? സർവ്വതും ആ ബോധാനുഭവത്തിൽ തെളിഞ്ഞ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് ഗദ്യപ്രാർത്ഥനയിലൂടെയൊക്കെ ഗുരു പറഞ്ഞു തന്നത് അതാണ്. പക്ഷെ ഇപ്പം ദിവ്യതയില്ല, ധ്യാനവും ഇല്ല. കണ്ണുകൾ 5 ഇന്ദ്രിയങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങളും കൊണ്ട് പുറത്തേക്ക് നോക്കി അറിയുന്നത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ആ പുറത്ത് വെച്ചേക്കുന്നതിൻ്റെ വെളിച്ചം അകത്തായിരിക്കണമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നമുക്കില്ല. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ, ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം അഹമഹമിതി ആത്മരൂപേണ ഭാതി. ഋഷിമാരുടെ അനുഭവമാണത്. ഹൃദയകുഹരത്തിൽ ഇരുന്നു കൊണ്ട് ഞാനെന്ന് ഏതൊക്കെ സ്പന്ദനങ്ങൾ ഞാനെന്ന് നമ്മൾ ഓരോ ജീവികളിലും ഇരുന്ന് ഞാനെന്ന് സ്പന്ദിക്കുന്നത് ആ ബ്രഹ്മസത്യമാണ് എന്ന് ഗുരു പറയാം, ഋഷീശ്വരന്മാർ പറയാണ്. അപ്പോൾ ആ സത്യത്തെ തന്നെയാണ് ഗുരു തിരഞ്ഞ് തേറിടാനായിട്ട് പറയുന്നത്. വെറുതെ ഗുരു പറയുന്നതല്ല, ഗുരു അനുഭവിച്ച് സത്യത്തെയാണ്, അത് അനുഭവിക്കാനാണ് നമ്മളെയും വിളിക്കുന്നത്, സ്നേഹത്തോടെ വിളിക്കുന്നത്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അകത്തേക്ക് തിരിയാൻ നമുക്ക് ആർക്കും ഇപ്പം മനസ്സില്ല എന്നാണ്. കാഴ്ചകൾ നമ്മളെ വല്ലാതെ ഭ്രമിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ഒന്ന് ഏകാഗ്രമായി ഇരിക്കാനോ ശാന്തമായൊന്ന് ചിന്തിക്കാനോ ഒന്നും വേണ്ട. സ്വസ്ഥതയില്ല. മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് അനുഭവിക്കേണ്ട സ്വസ്ഥത, ശാന്തത ഈ ശരീരം അലയാതെ, അങ്ങനെ അതിന് പോലും നമ്മൾ തയ്യാറാകുന്നില്ല. ഗുരു പറഞ്ഞിട്ടുണ്ട്, ഏത് കൃതിയിലാണ്? പ്രപഞ്ച ശുദ്ധി ദശകത്തിലാണോ? ഇനി അലയാതെ നിന്തിരുവടിക്കടിയൻ ദിനവും മനമലരിട്ടു കുമ്പിടുമിതിങ്ങറിയുന്നതു നീ. ജനനമെടുത്തു ഞാൻ ഇതുകളിൽ പലതായി വലഞ്ഞ്, അനിശമെനിക്ക് വണ്ണമൊരു വേദനയില്ല പരം. ഇനി അലയരുതെന്നു. നിന്റെ തിരുവടിയിലേക്ക് എൻ്റെ മനസ്സ് ആ മന്നമലരിട്ട് കുമ്പിടുകയാണ് ഞാൻ. എന്നെ ഇനി ഓടിക്കല്ലേ ദൈവമേ. ആ കുമ്പിടുകയാണ്. കാരണം ഞാൻ ഇതോടുകൂടി ഇതുകളിൽ ഞാൻ എത്ര ജന്മം എടുത്തു. ഒരു ജന്മത്തിൽ പോലും ഞാൻ സത്യം എന്താന്ന് തിരയാൻ മെനക്കെട്ടിട്ടില്ല. എനിക്ക് സാധിച്ചിട്ടില്ല. ഗുരു പറയാ, ജനനമെടുത്തു ഞാൻ ഇതുകളിൽ പലതായി വലഞ്ഞ് അനിശം. തീർച്ചയായും ഞാൻ അറിയുന്നു ഭഗവാനെ, ഇതിൽ പരം വേദനയില്ല പരം. ഒരു ശരീരത്തിൽ വരിക, ഈ പ്രപഞ്ചത്തിലെ ദുഃഖമയമായ ഈ പ്രപഞ്ചത്തിലെ ജീവിതത്തിൽ പെടുക, ആ ദുഃഖങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വേദന നമുക്കില്ല. പക്ഷെ സത്യം അറിഞ്ഞ് നമ്മൾ എപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങുന്നുവോ അന്ന് നമ്മുടെ ജീവിതം പ്രകാശപൂർണമായി മാറും. ഈ ദുഃഖത്തെയും നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ശരീരത്തെ ബാധിച്ച രോഗം നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. പ്രാപഞ്ചികമായി നമുക്ക് വന്ന കടക്കിണികൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. മറ്റുള്ളവരുടെ കുത്തി നോവിപ്പിക്കലും വേദനകളും നമ്മുടെ മനസ്സിനെ നോവിപ്പിക്കുകയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ തെളിഞ്ഞ് നമ്മുടെ മനസ്സിനെ നമുക്ക് ഈശ്വരനിലേക്ക് സമർപ്പിക്കാനും സാധ്യമാകും. അപ്പോൾ അതിന് ഈശ്വര സത്യത്തിലേക്കാണ് നമ്മൾ ഈ യാത്ര തുടങ്ങേണ്ടത്. അതറിയാനുള്ള ഒരു ആഗ്രഹമെങ്കിലും മനസ്സിലേക്ക് ആഴത്തിൽ ഈ ജന്മം വരണം. പെട്ടെന്ന് തീർന്നു പോകുന്ന മനുഷ്യ ജന്മം. നാളെ പഠിക്കാൻ, മറ്റന്നാൾ പഠിക്കാമെന്നൊന്നും വെക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഈ ഓട്ടത്തിൻ്റെയൊക്കെ നേരത്ത് അല്പം ശാന്തമായൊക്കെ ഒന്ന് ഇരിക്കാൻ പഠിക്കുക, ശരീരവും മനസ്സും ഒക്കെ. എന്നിട്ട് പറഞ്ഞു തന്നതൊക്കെ വളരെ കൃത്യമായി ആ ഗുരുവിൻ്റെ പാതാര ബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് പഠിക്കാനും അറിയാനും ഒക്കെ ശ്രമിക്കുക. നമ്മൾ ഇതേ പറയാനുള്ളൂ. പക്ഷേ നമ്മൾ എന്താ പറയുക, അനുനിമിഷം നമുക്ക് സുഖം പുറത്തുനിന്ന് തന്നെ കിട്ടണം. സ്വത്വത്തിൽ ആനന്ദിക്കാനോ സ്വസ്ഥമായി ഇരിക്കാനോ നമുക്ക് പറ്റണില്ല. സ്വസ്ഥാനത്താണ് സുഖമിരിക്കുന്നത്, അവിടെ എത്തിയാലാണ് നമ്മുടെ ജീവിതം ശാശ്വതമാകുന്നത് എന്നൊരറിവ് നമുക്കില്ല. നമ്മൾ എന്താ പറയണത്, മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തുള്ള എല്ലാം എനിക്ക് കണ്ടു തീർക്കണം. എവിടെ കണ്ടു തീർക്കാൻ പറ്റും? കാണും തോറും പിന്നെയും കാണണമെന്ന ആഗ്രഹമാണ്. കഴിക്കും തോറും പിന്നെയും കഴിക്കണമെന്ന് ആഗ്രഹമാണ്. എല്ലാ സുഖങ്ങളും ഇങ്ങനെയാണ്. അപ്പോൾ ആത്മസുഖം പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൃപ്തോ ഭവതി, മുക്തോ ഭവതി, അമൃതോ ഭവതി. ചിലർ പറയാറില്ലേ, എനിക്ക് ഇനി എങ്ങും ഓടണ്ട, മതിയായി പറയാറില്ലേ. ആ ഒരു തൃപ്തിയാണത്. അത് ജീവിതത്തിൻ്റെ വിരക്തതയല്ല, അത് തൃപ്തിയാണത്. യാതൊന്നാണോ ആ അമൃതമായ വസ്തു അതിനെ കിട്ടിയാൽ തൃപ്തോ ഭവതി, തൃപ്തനായി, മുക്തോ ഭവതി, മുക്തനായി, അമൃതോ ഭവതി, പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായതിനെ കിട്ടിയവനായി. പിന്നെ യത് പ്രാപ്യ എന്ന കിഞ്ചിത് വാഞ്ചതി, യാതൊന്നാണ് യത് പ്രാപ്യ, യാതൊന്നിനെയാണോ നേടേണ്ടത് അത് നേടിയാൽ പിന്നെ ഒന്നും ആഗ്രഹിക്കില്ല. അത് ആത്മസത്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാക്കി എല്ലാ സുഖങ്ങളും വേണം തോന്നും. എന്നാൽ കിഞ്ചിത് വാഞ്ചതി എന്നാ ശോചതി, അത് കിട്ടിയ പിന്നെ ഒന്നിനു വേണ്ടിയും ദുഃഖിക്കില്ല. എന്നാ ദ്വേഷ്ടി, ആരോടും വെറുപ്പുണ്ടാവില്ല. ഗുരു ആ സത്യത്തെ അനുഭവിച്ചതല്ലേ. അതുകൊണ്ടല്ലേ ഗുരു ലോകത്ത് ഇങ്ങനെ വ്യവഹരിച്ചതും ഇങ്ങനെയൊക്കെ നമുക്ക് ആ ദൈവിക വാക്കുകൾ നമുക്ക് കിട്ടിയതൊക്കെ എന്തുകൊണ്ടാ? ഈ അനുഭവത്തിൽ നിന്നല്ലേ. അപ്പം നമുക്കും അതിൻ്റെ ഒരു അംശം ഒന്ന് ആസ്വദിക്കണ്ടേ, അനുഭവിക്കണ്ടേ.
ദുഃഖങ്ങളില്ലാതെ, ദുരിതങ്ങളില്ലാതെ, വേദനകളില്ലാതെ, സങ്കടങ്ങളില്ലാതെ, ഏകാന്തതയിലും ഒക്കെ നമ്മൾ ആ ഈശ്വരൻ കൂട്ടുണ്ട് എന്നുള്ള വലിയ ഒരു വിശ്വാസത്തോടു കൂടി നമുക്കിരിക്കണ്ടേ. ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ അറിവിലുമേറിയ അറിവിലേക്ക് തന്നെ സഞ്ചരിക്കണം. ബാക്കി എല്ലാതും നമ്മൾ ബാങ്കിലൊക്കെ കിടക്കണൊക്കെ സേഫാണോ, കുട്ടികളൊക്കെ നോക്കുമെന്ന് ഉറപ്പാണോ, വീടൊക്കെ സേഫല്ലേ, കാറൊക്കെ സേഫല്ലേ, എല്ലാം സേഫല്ലേ, എങ്കിലും ഞാൻ സേഫാന്ന് ചിന്തിച്ചിരിക്കേണ്ട. ഇതിനൊക്കെ അപ്പുറം ബാങ്കിലിട്ടേക്കുന്ന പണത്തിനും വീടിനും കാറിനും വസ്തുവകകൾക്കും മക്കൾക്കും ഒക്കെ അപ്പുറം നമ്മളെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ബലമുണ്ട്, ഏറ്റവും വലിയ ശക്തിയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടായാൽ നമ്മളെ എല്ലാം ഇങ്ങനെ, ചിലർ പറയും മരിക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയൊക്കെ പോയി ജീവിക്കണമെന്ന് വരെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അവസാനം മക്കളെ നോക്കിയില്ലെങ്കിൽ എനിക്ക് ഇന്നടത്തൊക്കെ പോകണം. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ആരും നോക്കിയില്ലെങ്കിൽ ഇന്നടത്തൊക്കെ ഞാൻ കണ്ടു വെച്ചേക്കുകയാണ്. പലരും സംസാരിക്കുമ്പോൾ പറയണതാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾക്ക് എന്താ അവകാശമുള്ളത്? നമ്മൾ ആ ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിക്കുന്ന ആ ഒരു ജീവനുകൾ മാത്രമല്ലേ. അപ്പോൾ നമ്മൾ നിശ്ചയിക്കുന്ന പോലെ അല്ല വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുമ്പോൾ പാടുന്ന പാട്ടാന്ന് പറഞ്ഞാൽ നിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്ന ദൈവമേ. അത് മരിക്കുമ്പോൾ പാടുന്നതല്ല, സർവദാ ഒരു മന്ത്രം പോലെ നമ്മൾ ഓർക്കേണ്ടതാണ്. ഓരോ നിമിഷവും ധന്യതയോടുകൂടി ഓർക്കേണ്ടതാണ്. ഭഗവാനെ, നീയാണ് നയിക്കുന്നത്, നീ നയിക്കുന്ന ആ പാതയിലൂടെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എൻ്റേതായിട്ടൊന്നുമില്ല അവിടെ എന്നുള്ള സമർപ്പണം ഓരോ നിമിഷവും നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. ഇപ്പൊ ഗുരു പറഞ്ഞ തിരഞ്ഞു തേറിടണം എന്നുള്ള ഭാഷ നമ്മൾ പറഞ്ഞു ഉപനിഷദ് ഋഷിയുടെ വാക്ക് തന്നെയാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിലെ യാജ്ഞവൽക്യ മുനി തൻ്റെ ഭാര്യയായ മൈത്രേയിയോട് പറയുന്നതാണ്, നീ എല്ലാവരെയും സ്നേഹിച്ചു എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. പക്ഷെ നീ നിന്നെ മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളൂ. സുഖം പുത്രനിലോ ധനത്തിലോ ഭർത്താവിലോ മറ്റൊന്നിലുമല്ല. സുഖം ആത്മനിഷ്ഠമാണ്. അവരെ സ്നേഹിക്കുന്ന അവരൊരു ഉപാധി മാത്രമാണ് നിന്നിലെ സുഖം തെളിയാൻ. പുത്രനായാലും സമ്പത്താണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന കലകളാണെങ്കിലും മറ്റെന്തും നമ്മളിലെ ആത്മീയതയെ അല്ലെങ്കിൽ ആനന്ദത്തെ തെളിയിച്ചെടുക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ആ വസ്തുവിൽ ഒരിക്കലും സുഖമില്ല. ആത്മനിഷ്ഠമാണ് സുഖം. എങ്കിൽ ഒത്തിരി ഉദാഹരണങ്ങളോടെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, എല്ലാ സുഖം ഇരിക്കുന്നത് ആത്മാവിലാണെങ്കിൽ നീ പുത്രനെ പരിപാലിച്ചുകൊണ്ട് നടന്നാൽ മാത്രം മതിയോ? ഭർത്താവിനെ പരിപാലിച്ചുകൊണ്ട് നടന്നാൽ മാത്രം മതിയോ? ധനം കൂട്ടിവെക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി നടന്നാൽ മതിയോ? സ്വത്തുവകകൾ സമ്പാദിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി നടന്നാൽ മതിയോ? അതെങ്ങനെ കിട്ടുക? സുഖ ആത്മാവിലാണ് ഇരിക്കേണ്ടതെങ്കിൽ നീ സദാ തേടേണ്ടത് ആത്മാവിനെയല്ലേ. അതാണ് പറഞ്ഞ ആത്മൈവ ശ്രോതവ്യ, കേൾക്കേണ്ടത് എപ്പോഴും ആത്മാവിനെ കുറിച്ചാണ്. മന്തവ്യ, ചിന്തിക്കേണ്ടത്. നിധിധ്യാസിതവ്യ, ഉറപ്പിക്കേണ്ടതും ആത്മാവിനെ കുറിച്ചല്ലേ. അതെല്ലാം തന്നെ ഗുരു ഇപ്പൊ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചതും അത് തന്നെയല്ലേ. കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. ഇനിയൊന്ന് തിരയാനെങ്കിലും ശ്രമിക്കുമോ? പാടി നടന്നാൽ പോരാ, അത് പാടുന്നത് എന്താണെന്ന് നമ്മളൊന്ന് മനനവും നിധിധ്യാസനവും ഒക്കെ ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേതത് ഋഷിവചനാണ്. ആ മഹത്തായ ഭൂതത്തിൻ്റെ പരമസത്യത്തിൻ്റെ ഒരു നിശ്വാസം മാത്രമാണ് ഈ പ്രപഞ്ചം. ഒരു ശ്വാസനിശ്വാസത്തിൻ്റെ അത്ര ലാഘവത്തോടു കൂടിയാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ ജഗദീശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് ഋഷിയുടെ അനുഭവമാണ് അസ്യ മഹതോ ഭൂതസ്യ, ആ പരമമായ ചൈതന്യത്തിൻ്റെ നിശ്വസിതമേതത്, നിശ്വാസം മാത്രമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഏത് പറയുന്ന സന്ദർഭത്തിലാണെന്നറിയോ? വേദങ്ങള്, ഇതിഹാസങ്ങള്, പുരാണങ്ങള്, വിദ്യകള്, ഉപനിഷത്ത്, മന്ത്രങ്ങള്, അവയുടെ വ്യാഖ്യാനങ്ങള്, യജ്ഞങ്ങള്, ഈ ലോകം പരലോകം, അങ്ങനെയുള്ള സകലതും അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേതത്, ആ പരമാത്മ ചൈതന്യത്തിന്റെ നിശ്വാസം മാത്രമാണ് എന്നാണ് ഉപനിഷദ് ഋഷിയുടെ അനുഭവം. ഗുരു പറഞ്ഞ പോലെ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാവരും അറിവിയിൽ അതിഗോപനീയമാകും.
എന്താ ഗുരുവിൻ്റെ ഭാഷ നോക്കിക്കേ. ഒരു ഒരു സത്യം അനുഭവിച്ചറിഞ്ഞ ഒരു ഋഷിയുടെ ഒരു ആപ്ത വചനം, അറിവിലടങ്ങും അഭേദമായി, യാതൊരു ഭേദവുമില്ലാതെ അറിവിലേക്ക് ബോധത്തിലേക്ക് എല്ലാം അടങ്ങും. ഇതെല്ലാവരും അറിവിയില്ല, പക്ഷെ ഇതാരും അറിയുന്നില്ല. അതിഗോപനീയമാവും, അതീവ രഹസ്യമാകും എന്ന് പറഞ്ഞാൽ അതീവ സൂക്ഷ്മമായി വിചാരം ചെയ്യേണ്ടതായതുകൊണ്ടാണ് ഇത് രഹസ്യം എന്ന് ഗുരു പറഞ്ഞത്. വളരെ ശ്രദ്ധയോടെ അവധാനതയോടെ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും എല്ലാം ആ അറിവിലേക്ക് അഭേദമായി, അറിയുന്നവനും അറിവും അറിയുന്ന വസ്തു എന്ന ത്രിപുടികളെല്ലാം അസ്തമിച്ചുകൊണ്ട് ആ ഏകതയിലേക്ക് പോയി ലയിക്കുമെന്ന് ഗുരു പറയണത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സ്വാനുഭവ ഗീതയിലെ 30ാമത്തെ ശ്ലോകം ഒന്ന് പുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കുക കേട്ടോ. നമ്മളിതിനെ ഈ സൂത്രം നമുക്ക് ഗുരുവിൻ്റെ കൃതികളിലൂടെയാണ് വ്യാഖ്യാനിച്ചു പോകുന്നത്. ഇപ്പോൾ ഇവിടെ സ്വാനുഭവ ഗീതയിലെ 30ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നുണ്ട്, അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഇത് എടുത്തിട്ടുള്ളതാ. അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു, പുകൾ പൊങ്ങിന നിൻമിഴിയിൽ പുകയെ ഇക്കണ്ടതെല്ലാം പകയേ. ഓക്കെ, അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു. അകപുറങ്ങളില്ലാതെ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം എന്ന് അവിടെ പറഞ്ഞപ്പോൾ ഇവിടെ പറയുക, അകപുറഭേദങ്ങളില്ലാതെ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു. നീ മാത്രമല്ലേ ഭഗവാനെ എല്ലാതുമായിരിക്കണത്, നീ അല്ലാതെ വല്ലതും ഇവിടെ ഉണ്ടോ? ഈ ചിന്ത നമുക്ക് ഉണ്ടാവണ്ടേ. ഇത് ഗുരു എത്ര വട്ടം പറഞ്ഞു തന്നാലും നമുക്കങ്ങ് ബോധ്യപ്പെടാനില്ല. സത്യം അരികിലായിരിക്കണത്, നമ്മളിൽ തന്നെ ചേർന്നേ ഇരിക്കണത്. പക്ഷെ ആ സത്യത്തെ തിരിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കണത്. ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഓടി ഓടി അന്വേഷിച്ച് നടക്കണം. അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ നടക്കണതേ. പക്ഷെ ഇത് ഏറ്റവും അരികിൽ ഏറ്റവും അടുത്ത് തന്നെ ഇരിക്കണത്. എന്നിട്ടും നമ്മളിൽ തന്നെ ഇരുന്ന് പ്രകാശിക്കുക. എന്നിട്ടും നമുക്ക് അറിയാൻ പറ്റാതെ നമ്മൾ ഓടുന്നതല്ലേ. എത്ര എത്ര ആ കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനി നമുക്ക് അനുഭവിക്കാൻ പറ്റണില്ല. എന്നിട്ട് കാഞ്ഞിരക്കനിയും തേടി ഓടി 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 നമ്മളിങ്ങനെ നടക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു അവിവേകം. നമ്മുടെ ഗുരു പറഞ്ഞ പോലെ അവശതയാർന്ന അവിവേകം. തന്നിലിരുന്ന് പ്രകാശിക്കുന്ന സത്യത്തെ അറിയാതെ നമ്മളിങ്ങനെ എവിടെയൊക്കെയോ തേടി 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 നടക്കാൻ വിധിക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു. കാരണം വാസന നമ്മളെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. വേറെ എവിടെയോ ഇരിക്കുന്ന ഭഗവാനോട് എന്തൊക്കെയോ ചോദിച്ച് അവരെന്തൊക്കെയോ സ്വസ്ഥാക്കി തരുന്ന, പക്ഷെ എല്ലാം തന്നിലേക്കാണ് സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ദാർശനികമായ തലത്തിൽ ഒത്തിരി ചിന്തിക്കണം, ഉയരണം. അപ്പോൾ നമുക്കിനി ഓടാൻ തോന്നില്ല, ഓടാനായിട്ട് തോന്നുകയില്ല. അപ്പം ഞാൻ ഓർക്കുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം പോയ ഒരു സത്സംഗത്തിലെ വളരെയധികം വിഷമം തോന്നിയ ഒരു സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് വഴിപാടുകളും പൂജകളും ഹോമങ്ങളും കലശങ്ങളും എല്ലാം നടന്നു. എല്ലാം ധനം വാരി കൂട്ടുകയാണ് അതിന് വേണ്ടിയിട്ട്. പറ്റുന്നില്ല അവർക്ക്. ഓടി നടന്നിട്ട് അത് തികയുന്നില്ല, അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല സാധുക്കൾക്ക്. അപ്പോഴും ഞാൻ ഓർക്കുകയാണ്, അതിൻ്റെ ഏറ്റവും മുൻപിലായി ആ ക്ഷേത്രങ്ങളുടെ എല്ലാം ഏറ്റവും മുമ്പിലായി ഗുരുവിൻ്റെ ഒരു വിഗ്രഹമുണ്ട്. അപ്പോൾ തൊഴാൻ വരുന്നവരാരും അതിൻ്റെ മുമ്പിൽ പോയി ഒന്ന് നിൽക്കുന്നത് പോലും കാണുന്നില്ല. ഓടി എല്ലാവരും മണിയടിയും ആരാധനയും പൂജയും എല്ലാത്തിലും നമ്മളിങ്ങനെ ബന്ധിതമായി കിടക്കുകയാണ്. അപ്പോൾ മൗനമായി ഇങ്ങനെ ഗുരു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവരോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത്രയും നമ്മൾ ബാഹ്യമായ രൂപങ്ങളോട് അത്രയും നമ്മൾ ഭ്രമിച്ചിരിക്കുമ്പോഴും ഗുരുസ്വരൂപം എന്താണെന്ന് നമുക്കറിയില്ല. ഗുരുക്കന്മാരാണ് ഈ ലോകത്ത് ദൈവമായിട്ട് ഇപ്പം നമ്മൾ വെച്ച് ആരാധിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ നമുക്ക് പറ്റണില്ല. എല്ലാ ഗുരുക്കന്മാരും നമ്മളോട് പറഞ്ഞത് ഒരു സത്യമാണ്, നിന്നിലാണ് ആ സത്യം ഇരിക്കുന്നത്, സന്തോഷം ഇരിക്കുന്നത്, ആനന്ദം ഇരിക്കുന്നത് എന്നല്ലേ നമ്മളോട് പറഞ്ഞു തന്നത്. പക്ഷെ നമ്മൾക്ക് അത് മനസ്സിലാവുന്നുമില്ല.
അവിടെയാണ് ഗുരുക്കന്മാരെ ഒന്നും തിരിച്ചറിയാൻ പോലും നമുക്ക് പറ്റണില്ല. അവരെന്താ പറഞ്ഞെന്നുള്ളത് ഒന്ന് കൃതികളൊന്നും ചോദിച്ചിട്ട് അറിയില്ല. ഗുരുവിൻ്റെ ഒരു കൃതിയുടെ പേര് ചോദിച്ചിട്ട് പോലും അറിയില്ല. അപ്പോൾ എന്തൊക്കെയോ ആരാധനകളിൽ സാധുക്കൾ ഇങ്ങനെ പെട്ടിരിക്കുക. അപ്പോൾ നമുക്ക് തോന്നും ശരിക്കും അറിവില്ലാത്ത ആ ആളുകളുടെ ഉള്ളിലേക്ക് ഈ സ്വാഭാവികമായിട്ടുള്ള ഭക്തി അവരെ ആ നിരുപാധികമായ ഭക്തിയിലേക്ക് എത്തിക്കണേ ഭഗവാനെ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓടുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ ഓടുന്നവർ. ഓടണ്ടെന്നൊന്നും പറയുന്നില്ല, ക്ഷേത്രങ്ങളൊക്കെ ഓടിക്കോ. പക്ഷേ ഗുരു പറഞ്ഞ പോലെ ജ്ഞാനദർശനം കഴിഞ്ഞിട്ട് വേണം ഭക്തി ദർശനത്തിലേക്ക് പോകാൻ. ഗുരുവിൻ്റെ ജ്ഞാനദർശനം നന്നായി വായിക്കുക ദർശനമാലയിൽ, എന്നിട്ട് ഭക്തി ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ ഓടിക്കോളൂ. സത്യം പറഞ്ഞു ഗുരു എല്ലായിടത്തും പോകാറുണ്ട്, ക്ഷേത്രങ്ങളെല്ലാം പോയി ഗുരു സമാധാനവും ശാന്തവുമായി ആ ദൈവിക അന്തരീക്ഷത്തിൽ ഇരിക്കാറുണ്ട്. പക്ഷെ സത്യം അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അവിടെ. നമ്മൾ അങ്ങനെയല്ലല്ലോ. ഇവിടുത്തെ കൃഷ്ണന് കൊടുക്കാതെ കൊണ്ട് അപ്പുറത്തെ കൃഷ്ണന് കൊടുക്കണമെന്നും പറഞ്ഞ് ഓടും. കാരണം അവിടെ ഇത്തിരി ശക്തി കൂടുതലെന്നാണ് വിചാരം. അങ്ങനെയുള്ള ഓട്ടമല്ല വേണ്ടത്. ശാന്തമായി കാഴ്ചകൾ കാണാൻ നമ്മൾ പോകാം നമുക്ക്. പക്ഷേ നമ്മൾ അന്ധരായിട്ട് ഓടരുത്, അത് പറയാനുള്ളൂ. എല്ലാ ഭക്തിയും നല്ലതാണ്, എല്ലാ ക്ഷേത്രങ്ങളും ഈശ്വരീയതയെ പ്രോജ്വലിപ്പിക്കുന്നവയാണ്, എല്ലാ വിഗ്രഹങ്ങളും നമ്മളിൽ എന്താ പറയുക ആത്മീയതയെ ജ്വലിപ്പിക്കുന്നവയാണ്. പക്ഷേ ഈ ഒരു തത്വം ഉള്ളിലാണ് തെളിയേണ്ടത് എന്ന് അറിയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു. എന്നിട്ട് പറയാണ് പുകൾ പൊങ്ങിന നിൻമിഴിയിൽ. പുകൾ പൊങ്ങിന നിൻമിഴി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ പരമസത്യാനുഭവ ദശയിൽ, അദ്വൈത അനുഭവ ദശയാണ് ഈ പുകൾ പൊങ്ങിന നിൻമിഴി എന്ന് പറയും. ഭഗവാനും ഭക്തനും രണ്ടല്ല ഒന്നാണെന്നറിയുന്ന അനുഭവമാണ് പുകൾ പൊങ്ങിന നിൻമിഴിയിൽ. ഇതറിയുമ്പോൾ ആ പരമ സത്യത്തെ അറിഞ്ഞ അദ്വൈതാനുഭവ ദശയിലെ പുകയെ വെറും നിഴൽ, ഇക്കണ്ടതെല്ലാം പകയെ വെറും പ്രകടനം. സത്യമാണിത്. ഈ പകയെയാണ് നമ്മൾ ചേർത്ത് വെച്ച് താലോലിച്ചുകൊണ്ടിരിക്കുന്നത് സദാ. പുക എന്ന് പറഞ്ഞാൽ വെറും നിഴലിനെ, വെറും പ്രതീകങ്ങളെ, അതുപോലെ തന്നെ പിന്നെന്താ വെറും പ്രകടനങ്ങളെ. ഈ പ്രകടനപരതയൊക്കെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും, കുറച്ച് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പറയാൻ പറ്റുമോ? എവിടെയെങ്കിലുമൊക്കെ ഓടാൻ പറ്റുമോ? അല്ലേ? അപ്പോൾ നിഴലിനെ സ്നേഹിച്ച, പ്രകടനത്തെ സ്നേഹിച്ച നമുക്ക് ദുഃഖമില്ലാതെ ബാക്കിയൊന്നും വരില്ല. അപ്പോൾ ഈ പ്രകടനത്തിൻ്റെ പിന്നിൽ എന്താണെന്നും ഈ നിഴലിൻ്റെ പിന്നിൽ എന്താണെന്നും തിരഞ്ഞാൽ നമുക്കിവിടെ സ്വസ്ഥവും ശാന്തവുമായ ജീവിതം നമുക്ക് ജീവിക്കാം. ഒരു ദുഃഖം ഉണ്ടാവില്ല. ഏത് ദുഃഖാവസ്ഥയിലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വാനുഭവ ഗീതിയിലെ 30-ാം ശ്ലോകം ഒന്ന് വിചാരം ചെയ്യണം കേട്ടോ എല്ലാവരും. എങ്ങനെയാ? അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ. ഇതൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, നമ്മളിലേക്ക് തെളിച്ചു തരും. ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു, പുകൾ പൊങ്ങിന നിൻമിഴിയിൽ പുകയെ, ഇക്കണ്ടതെല്ലാം പകയെ. കണ്ടതെല്ലാം പ്രകടനങ്ങളാണ് എന്ന് ഗുരു പറയാണ്. അപ്പോൾ പരമാത്മസ്വരൂപനായ ആ ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കണം എന്നുള്ള ഈ പ്രകടനത്തെ ഒന്നും അത്ര അങ്ങ് ലാളിച്ചു കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് ഗുരു പറയണത്. ഇത് പ്രകടനമാണെന്ന് അറിഞ്ഞ് സ്നേഹിച്ചോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജീവിതം ശാന്തമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരാദിമഹസ്സു മാത്രമാകും. എത്രയോ ശ്ലോകങ്ങൾ വെച്ച് നമുക്ക് ഈ സൂത്രം വ്യാഖ്യാനിക്കാം. ഇതൊക്കെ ആശയം തന്നെയാണ്. അതുപോലെ തന്നെ അഹമഹമെന്നറിയുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും. അഹം ഞാൻ എന്ന് ഓരോ ജീവികളിലും ഇരുന്ന് സ്പന്ദിക്കുന്ന ആ ഈശ്വര ചൈതന്യം ഓരോരുത്തരും അകമേ പലതല്ലെന്ന്, ഒരേ ചൈതന്യമാണ് എല്ലാവരിലും ഇരുന്ന് ഞാനെന്ന് സ്പന്ദിക്കുന്നത് എന്ന് ഗുരു പറയാം. അപ്പോൾ അവിടെയൊക്കെ ഈ അദ്വൈതപരതയെ, ഈ ഏകതയെയാണ് ഗുരു നമുക്ക് ഓരോ ശ്ലോകങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ,
ഏതൊരനുഭവത്തിലും നമുക്ക് ഞാനും എൻ്റേതുകളും ഉണ്ട്. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് വ്യവഹാരം പോലും സാധ്യമല്ല. ഏതനുഭവത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ കണ്ടാൽ തന്നെ ഇപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ആദ്യം ഞാൻ വരും, ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കും. എന്നിട്ട് പിന്നെ എൻ്റെ ചേട്ടനോ എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കും. ആ എൻ്റേതിനെ നോക്കിയിട്ട് ബാക്കി എല്ലാവരും നോക്കുകയുള്ളൂ. ഞാൻ ശരിയായെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു അത്. ഇനി എൻ്റേത് ശരിയായില്ലെങ്കിലും നമ്മൾ പറയും ഇത് അത്ര ശരിയായില്ല എന്ന് പറയും. പക്ഷെ ഞാനും എൻ്റേത് ശരിയായാൽ ബാക്കി ആരും ശരിയായില്ലെങ്കിലും നമ്മൾ പറയും ഈ ഫോട്ടോ നല്ലതാന്ന് പറയും. ഒരു ചെറിയ ഉദാഹരണമാണ്. അങ്ങനെ ജീവിതത്തിൽ ഏതിനും നമ്മൾ ഞാനും എൻ്റേതുകളുമാണ് ഈ പ്രപഞ്ചത്തെ ആകെ മൂടിയിരിക്കുന്നത്. ഇന്നല്ല എല്ലാ കലഹങ്ങൾക്കും കാരണം ഞാനും എൻ്റേതുകളുമാണ്. ഒരു സംശയവുമില്ല. എവിടെ ഏത് ചർച്ചകളിലും ഏത് കലഹങ്ങളിലും ഏത് ബഹളങ്ങളിലും ഒക്കെ നോക്കുമ്പോഴും ഈ അഹന്തയും മമതയുമാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഞാൻ എൻ്റേത് എന്ന് അറിയപ്പെടുന്നതെല്ലാതും ആ പരമമായ സത്യത്തിൽ നിന്നും വേറിട്ടതല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശരീരവുമായി ചേർത്ത് വെച്ച് ഞാനെന്ന് അനുഭവിക്കുന്നതിനെയാണ് ജീവാനുഭവം എന്ന് പറയാം. ജീവന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചേർത്ത് വെച്ച് അനുഭവിക്കുന്നതിനെയാണ് ഞാൻ എന്ന് ശരീരത്തോട് കണക്ട് ചെയ്തിരുന്ന് നമ്മൾ അനുഭവിക്കുന്ന അറിവിനെയാണ് ജീവാനുഭവം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ജഡമായ ശരീരത്തിൽ മാത്രമേ സത്തിന് പ്രകാശിക്കാനാവൂ എന്ന് നമ്മൾ പറഞ്ഞു. ജഡമായ ശരീരത്തിൽ, നേരത്തെ നമ്മൾ കഴിഞ്ഞ സൂത്രത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ജഡമായ ശരീരത്തിൽ മാത്രമേ സത്തിന് പ്രകാശിക്കാനാവൂ എന്ന്. അത് ഓർമ്മയുണ്ടോ പറഞ്ഞത്? അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണത്വം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സത്തിന് പ്രകാശിക്കണമെങ്കിൽ ജഡമായ ശരീരം വേണമെന്നും അതിലൂടെ മാത്രമേ നമുക്ക് പ്രതിഭാസിക്കാൻ പറ്റുള്ളൂ. ഇനി ജഡത്തിന് നിലനിൽക്കണമെങ്കിൽ സത്തിനെ ആശ്രയിച്ചേ പറ്റൂ. സത്തിനെ ആശ്രയിക്കാതെ ഈ ജഡത്തിന് നിലനിൽപ്പില്ല. അങ്ങനെ അന്യോന്യം പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അന്യോന്യ കാര്യകാരണത്വാതെന്ന് കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞത് ശരീരവുമായി ചേർത്ത് വെച്ച് ഞാനെന്ന് അനുഭവിക്കുന്നതാണ് ജീവാനുഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ജഡമായ ശരീരത്തിൽ മാത്രമേ സത്തിന് പ്രകാശിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഗുരുവിനെ നമ്മൾ പരബ്രഹ്മസ്വരൂപമായി നമ്മൾ ഗുരുവിനെ അറിയുമ്പോൾ അനുഭവിക്കുമ്പോൾ ആ പരബ്രഹ്മസ്വരൂപം വന്നത് ഒരു ശരീരത്തിലാണ്. ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുക്കന്മാരെല്ലാം വരുന്നത് ഒരു ശരീരം എടുത്തിട്ടാണ്. കാരണം ജഡത്തിലൂടെ മാത്രമേ ചൈതന്യത്തിന് പ്രകാശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ ശരീരത്തിലല്ലേ ചൈതന്യം, ആ ജഡത്തിലല്ലേ ഈ സത്തും അസത്തും കൂട്ടിച്ചേർന്നല്ലേ അന്യോന്യം കാര്യം കാരണഭാവമായിട്ടല്ലേ നമ്മളിലും പ്രതിഭാസിതമായിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ജഡമായ ശരീരത്തിലെ സത്തിന് പ്രകാശിക്കാനാവൂ എന്നുള്ളത് മനസ്സിലാക്കണം. ജ്ഞാനസമ്പർക്കമില്ലാതെ ഞാനെന്ന അനുഭവം പോലും ഇല്ലാന്ന് ഗുരു പറയാം. ഞാനെന്ന് അനുഭവിക്കണമെങ്കിൽ ആ അറിവിന്റെ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്നുള്ള വ്യവഹാരം പോലും സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അഹം ഇരുളല്ല, ഇരുളായികിൽ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കുമോതിടേണം. എൻ്റെ ഭഗവാനെ, അവിടുത്തെ ഒരു 4 വരിയെങ്കിലും പഠിച്ചാൽ, ഒരു 4 വരി പഠിച്ചാലും മതി ചിന്ത ചെയ്ത് നമുക്ക് ഈ ജീവിതത്തിൻ്റെ ദുഃഖത്തെ തരണം ചെയ്യാൻ പറ്റും. എല്ലാത്തിലും ഒരേ തത്വം തന്നെ ഗുരു വെച്ചേക്കണത്. ഓരോന്നിലും ആവർത്തിച്ച് ഉപദേശിക്കുന്നത് ഒരേ സത്യം തന്നെയാ. ഞാൻ ഇരുട്ടല്ലാന്ന് ഇന്ന് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ട സത്യമല്ലേ ഇത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തൊരു സത്യമാണത്. അത് ഗുരുവിൻ്റെ ദർശനം അദ്വൈതപരതയെ നമ്മുടെ ശരീരത്തോടും നമ്മുടെ ജീവിതത്തോടും ചേർത്ത് വെച്ച് പറയുമ്പോഴാണ് ആ കണ്ണുകളിലെ തിളക്കം നമ്മൾ കാണുന്നത്. അഹമെന്ന്, അഹം ഇരുളല്ലെന്നും, ഇരുളായെങ്കിൽ ഞാൻ ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക? ഏത് ഇരുട്ടത്തിരുന്നാലും ഞാൻ ഉണ്ടെന്നുള്ള നമ്മുടെ എക്സിസ്റ്റൻസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ഇരുട്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടെന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നില്ല.
അതുകൊണ്ട് ഞാൻ ഇരുട്ടല്ല വെളിച്ചമാണെന്ന് അറിവതിന് എല്ലാവർക്കും ഓതിടേണം. ഈ ലോകത്തെ ഇരുട്ടാർന്നതാക്കുമ്പോൾ, കുടുംബജീവിതത്തെ ഇരുട്ടാർന്നതാക്കുമ്പോൾ, സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഗുരുവിൻ്റെ ഈ ദർശനം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഓരോരുത്തരിലും ഇരുന്ന് പ്രകാശിക്കുന്ന ആത്മചൈതന്യം വെളിച്ചമാണ്, ഇരുട്ടല്ല. ആ വെളിച്ചത്തെ അറിഞ്ഞവന് പുറത്ത് വെളിച്ചം മാത്രമേ പകരാനാവൂ, ഇരുട്ട് പകരാനാവില്ല. എവിടെയും നമുക്ക് മൂല്യത്തിൻ്റെ ച്യുതി സംഭവിക്കുന്നു, ധർമ്മത്തിൻ്റെ ച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം, സത്യധർമ്മങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് ഈ ഗുരുവിൻ്റെ കൃതിയും ഗുരുവിൻ്റെ ആ ദർശനം മനുഷ്യ മനസ്സുകളിലെ ഇരുട്ടകറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ നാമസങ്കീർത്തനം എന്ന് ഗുരു പറയുമ്പോൾ ഈ നാമങ്ങളൊക്കെയാണ് നമ്മൾ ജപിക്കേണ്ടത്. ഈ നാമങ്ങളൊക്കെ ജപിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് വരികൾ എത്തുകയും ഇതിൻ്റെ ആശയം നമ്മളിലേക്ക് തെളിയുകയും ചെയ്താൽ നമ്മളിരിക്കുന്ന ഒരാളെങ്കിലും എന്നറിഞ്ഞാൽ അവരിയ്ക്കുന്ന അത്രയും ഭാഗമെങ്കിലും സമാധാനവും ശാന്തവും ഉണ്ടാവും എന്ന് ഓർത്തു പോവുക. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞു, രേതസ്സും രക്തവും ചേർന്ന് നാദം തിരണ്ട് ഉരുവായി മാറി. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നാദമാണ് രൂപമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ നാം എന്ന ആ ചൈതന്യം, ആത്മചൈതന്യം, ഈശ്വരൻ കൊളുത്തിയ ആ വിളക്കിനെ, ആ വിളക്ക് തെളിഞ്ഞപ്പോൾ അതിനോടൊപ്പം തന്നെ എന്താണ്, ശബ്ദമാണ് സ്പന്ദിച്ചത്. ആ ശബ്ദമാണ് നമ്മുടെ രൂപമായി മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ഇരുട്ടാണ് ഞാൻ എന്ന ആ സ്പന്ദനത്തെ വെളിച്ചമാക്കുന്നത്. എന്താ പറയുക, ആ വെളിച്ചത്തെ മറച്ചിരിക്കുന്ന ശബ്ദമറയുണ്ടെന്നും ആ മറയാണ് നമ്മളെ ഈ പ്രാപഞ്ചിക ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നും ആ മറയും കൂടി മാറിയാൽ മാത്രമേ ഈശ്വരൻ കൊളുത്തിവെച്ച ആ വിളക്കിനെ നമുക്ക് അനുഭവിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഒരുപക്ഷെ ആ മറ ഈ പ്രപഞ്ചത്തിലും ഉണ്ട്, നമ്മളിലും ഉണ്ട്, ശബ്ദമറ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നാദവും ബിന്ദുവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഗുരു ഒത്തിരി കൃതികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാദം തിരണ്ടുരുവതായി എന്ന് പറയണ പോലെ തന്നെയല്ലേ കാളി നാടകം പറഞ്ഞപ്പോൾ കാളി നടിക്കുന്ന നാടകമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ കാളി എന്ന് പറഞ്ഞാൽ ഒരു ഭദ്രകാളിയായിട്ട് നമ്മൾ സങ്കല്പിച്ച് ഭദ്രകാളിനെ ആരാധിക്കാൻ പോകും. ഇവിടെ കാളി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തി സ്പന്ദിച്ചപ്പോൾ എന്താ, നമോ നാദബിന്ദുവാത്മികേ എന്നാ പറഞ്ഞു. 700 ദേവി മഹാത്മ്യ ശ്ലോകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും 1000 ലളിതാ സഹസ്രനാമ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുമ്പോഴും അതിലൊന്നും ഇതിത്ര വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് മനസ്സിലാവുമോ? എല്ലാം നാമത്തിലും രൂപത്തിലും കവർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞേക്കണത്. പക്ഷെ ഗുരു തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട തുടക്കം, നമോ നാദബിന്ദുവാത്മികേ നാശഹീനേ, ദേവിനെ വിളിച്ചേക്കുക. നാദവും ബിന്ദുവും ചേർന്ന് പ്രകടരൂപം കൈക്കൊണ്ടവളെ. ആദ്യമുണ്ടായ നാദം, പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യം ആകാശമാണെങ്കിൽ ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. ആ നാദവും ബിന്ദുവും, നാദം എനർജി ആണെങ്കിൽ ബിന്ദു മാറ്ററാണ്. എനർജിയും മാറ്ററും ചേർന്ന് പ്രകടമായ രൂപം കൊണ്ടതാണ് നമ്മളും ഈ പ്രപഞ്ചത്തിലെ സകലതും. ഇതിൽ കൂടുതൽ തത്വം എന്താ പറഞ്ഞു തരിക ഭഗവാനെ? ഒരു ശാസ്ത്രജ്ഞന് പറഞ്ഞു തരാൻ പറ്റുമോ ഇങ്ങനെ? ആലോചിച്ച് നോക്കൂ. നമ്മളെന്താ പഠിക്കാത്തത്? ലോകം എന്താ ഗുരുവിൻ്റെ കൃതികളൊന്നും അറിയാത്തതെന്ന് നമുക്ക് എപ്പോഴും ഓർത്തു പോകും. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്. ആ ഒന്നാമത്തെ വരി തന്നെ നമ്മൾ വല്ലാതെ എന്താ പറയുക, നമുക്ക് എന്താ ഭഗവാനെ അവിടുന്ന് തന്നേക്കണത് എന്താണെന്ന്, എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും അത് പറയാൻ പറ്റില്ല. ഒറ്റ വരി മതി, നമോ നാദ ബിന്ദുവാത്മികേ നാശഹീനേ. എനർജിയും മാറ്ററുമാണല്ലോ ഈ പ്രപഞ്ചത്തിൽ ആകെ കാണുന്നത്. എനർജി ആണല്ലോ മാറ്ററായിട്ട് മാറണത്. അത് ഗുരു സയൻസിന്റെ ഭാഷയിലല്ല, ആധ്യാത്മിക ഭാഷയിലാണ് പറഞ്ഞത്. നാദമാണ് ബിന്ദുവായത്. ആ ബിന്ദുവാണ് ഈ പ്രപഞ്ചത്തിലെ ആ സകലതുമായി മാറിയിരിക്കുന്നത് എന്ന് ഗുരു പറയാണ്. അപ്പം അത് തന്നെയാണ് സത്ത് അസത്ത് എന്നിവയുടെ പരസ്പര ആശ്രയത്വമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവ്വതും ഈ സത്ത് അസത്ത് എന്നുള്ളവയുടെ പരസ്പര ആശ്രയത്വം ഞാൻ എന്ന അനുഭവത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ് പറഞ്ഞു. ആദ്യം ഞാൻ എന്ന അനുഭവം, ആ അനുഭവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ അത് ഞാൻ പൊന്തി, പിന്നെ ഇന്ദ്രിയങ്ങൾ വന്നു, അന്ധകരണം വന്നു, മനസ്സ് വന്നു, പിന്നെ ഇന്ദ്രിയങ്ങൾ വന്നു, ശരീരം വന്നു, പിന്നെ അതിനോട് ചേർന്നുള്ള പ്രപഞ്ചത്തിലെ ദൃശ്യങ്ങൾ വന്നു.
അപ്പോൾ പറയുന്നത് സത്ത് അസത്ത് എന്നിവയുടെ അന്യോന്യ ആശ്രയത്വം ആദ്യം ഞാൻ എന്ന അനുഭവത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ്. തുടർന്ന് ഈ ഞാൻ എന്ന അനുഭവം എന്തായി? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് വ്യക്തിഭാവം രൂപം കൊള്ളുകയാണ്. ആദ്യം ഞാനെന്ന അനുഭവം, പിന്നെ അത് കാര്യകാരണഭാവത്തിൽ ആണ് അത് പ്രകടമായത്. പിന്നീട് വരുന്നതാണ് അത് എന്താ പറയുക, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുമായി താതാത്മ്യപ്പെട്ടിട്ട് പിന്നെ അതിന് വ്യക്തിഭാവം കൈക്കൊള്ളുകയാണ്. അങ്ങനെ വ്യക്തിഭാവം കൈക്കൊള്ളുന്ന നാം ബാഹ്യ ജഡങ്ങളുമായി ചേർക്കുമ്പോഴാണ് ഞാനെന്നും എൻ്റേതെന്നുള്ള ചിന്ത വരുന്നത്. അപ്പോൾ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂല സൂക്ഷ്മ കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ശരീരം ഒരു വ്യക്തി രൂപം ഭാവിക്കുന്നതെന്നും ആ വ്യക്തി എങ്ങനെയാണ് ഞാനെന്നും എൻ്റേതെന്നും ഭ്രമിച്ചുകൊണ്ട് ഇതിനെ പലതാക്കുന്നതെന്നും ഒക്കെ അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം വെറും പ്രകടനപരതയാണ് നാം ഞാനെന്നും എൻ്റേതെന്നും ധരിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് വ്യക്തിഭാവം കൊള്ളുന്നു നമ്മൾ. ഇങ്ങനെ വ്യക്തിഭാവം കൈക്കൊള്ളുന്ന ജീവനാണ് ബാഹ്യമായ ജഡവസ്തുക്കളിൽ ഞാനെന്നും എൻ്റേതെന്നും ഭ്രമിക്കുന്നത്. ആദ്യം ഒരു കുഞ്ഞ് ജനിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആദ്യം അമ്മ വരികയാണ്, അമ്മയെ പരിചയപ്പെടുകയാണ് അല്ലേ? അമ്മയുടെ സ്തന്യം നുകർന്നു, പിന്നെയാണ് അച്ഛൻ, പിന്നെയാണ് സഹോദരങ്ങള്, പിന്നെയാണ് ഈ കാക്കയും പട്ടിയും പൂച്ചയും മാനവും, അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ ആ ബന്ധങ്ങൾ, ആ വ്യക്തിഭാവത്തിലേക്ക് ഈ ജഡഭാവങ്ങൾ ഓരോന്ന് ചേർത്ത് വരും. അങ്ങനെ നമ്മളിപ്പോൾ ഈ കോലത്തിലായി ചേർക്കപ്പെട്ട് ഇപ്പൊ ഇരിക്കുന്ന ഭാവം ഇതാണ്. അപ്പൊ ഈ എൻ്റേതുകളെല്ലാം ഈ ഞാനിനോട് ചേർക്കപ്പെട്ടതാണെങ്കിലും ഈ ഞാനിൽ നിന്ന് ഭിന്നമല്ല എൻ്റേത് എന്നാണ് പറയുന്നത്, ഈ മമതാഭാവം. അങ്ങനെ ഞാനിനോട് ചേർന്ന് എൻ്റേത് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് സംസാര അനുഭവം എന്ന് പറയുക. ഇതാണ് സംസാര ബന്ധം. അവിടെയും ജീവനും ജഡവും പരസ്പരം ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സൂത്രം എന്താ? അഹം മമേതി വിജ്ഞാതഃ മത്തോ നാന്യഃ. എന്നുവെച്ചാൽ എന്താ? ഞാനും എൻ്റേതും എന്ന് അറിയപ്പെടുന്നതെല്ലാം ആ ഞാൻ എന്ന ജീവനുകളും എൻ്റേതെന്ന് അറിയപ്പെടുന്ന സകലതും ആ പരമസത്യത്തിൽ നിന്നും അന്യമല്ല എന്ന് പറയാണ്. അതെ, അപ്പൊ എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്ന സൂത്രാർത്ഥം. ആ ഞാൻ ആരാന്ന് വെച്ചാൽ ഞാൻ ആ പരമസത്യം തന്നെയാണെന്ന് അർത്ഥം. അപ്പോൾ ഏകത്വ ദൃക്കായി മാറണം. അതാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്ന ഈ സൂത്രത്തിലൂടെ ഒക്കെ നമ്മൾ അറിയേണ്ടത് ഏകത്വ ദൃക്കായി മാറണം. എന്തിനാ ഇങ്ങനെ ഏകത്വ ദൃക്കാകാൻ ഗുരു നമ്മളെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ദുഃഖങ്ങൾ ഒഴിയണം, അത്രയേ ഉള്ളൂ. കാരണം ഒരു വേദനയും കണ്ണീരും അണിഞ്ഞ മുഖങ്ങൾ മാത്രമേ ഭഗവാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ ഏഴകളായിട്ട്. അപ്പോൾ ഒരു ആനന്ദമോ സന്തോഷമോ അറിവോ ഒന്നുമില്ലാത്ത വേദനിക്കുന്ന ഏഴകളുടെ കണ്ണീരൊപ്പാനായിരുന്നല്ലോ കലിയുഗത്തിലേക്ക് ഗുരു അവതരിച്ചത്. അപ്പോൾ ഗുരു നമുക്ക് പറഞ്ഞു തന്നത് ചെറുതൊന്നുമല്ല, ശാശ്വതമായി കണ്ണീരൊപ്പാനുള്ള പരിഹാരമാണ് പറഞ്ഞു തന്നത്. അപ്പം നമ്മളതിങ്ങനെ അക്കാഡമിക് ലെവലിൽ പഠിക്കുകയാണ്. പതുക്കെ അക്കാഡമിക് ലെവലൊക്കെ പോയി, വാക്കുകളും അർത്ഥങ്ങളൊക്കെ പോയി, അതൊക്കെ വെറും പ്രതീതികളും ജഡമൊക്കെ ആയിട്ട് മാറി നമ്മൾ നമ്മിലേക്ക് തന്നെ സഞ്ചരിക്കാൻ ഒരു വെളിച്ചം ഗുരു തന്നെ നമുക്ക് തരും. അപ്പം നമുക്കിങ്ങനെ ഇതൊന്നും കഷ്ടപ്പെട്ട് പഠിക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഭഗവാൻ പറഞ്ഞതിനെ അനുഭവിക്കാനും സുഖമായിട്ടും ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടൊന്നും നമ്മൾ പഠിക്കണ്ട. പിന്നെ ഗുരുവിൻ്റെ വാണികളല്ലേ എന്ന് കേട്ട് ഗുരു നമുക്ക് പറഞ്ഞു തന്നതല്ലേ നമുക്കതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഏതൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും ശാന്തമായി നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ
ഈ ലോകത്ത് നമ്മളെക്കാൾ ഭാഗ്യവാന്മാരാരുമില്ല. അങ്ങനെ ഇരിക്കാനൊന്നും പറ്റണില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കുമ്പോൾ എല്ലാതും പഠിപ്പിച്ചു കൊടുക്കും. എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കും. ഒന്ന് നമ്മുടെ ക്ലാസ്സിൽ വന്ന കുഞ്ഞുങ്ങളോട് സംവദിച്ചൊരു കാര്യമാണ്, എല്ലാതും ഒരു പഠിക്കും. ഇനി ആ പഠിത്തത്തിനപ്പുറം ഗെയിമുകളോ അല്ലെങ്കിൽ കലകളോ അല്ലെങ്കിൽ എന്ത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ജീവിതം എന്താണെന്ന് മാത്രം പഠിപ്പിക്കില്ല. ജീവിതത്തിൽ വരുന്ന മാനസിക സംഘർഷങ്ങൾക്ക് എങ്ങനെ അയവ് വരാം, ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള മനോബലം എങ്ങനെ കിട്ടാം, എങ്ങനെ ജീവിക്കണം, അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കിട്ടുന്നില്ല. നമ്മൾക്കും കിട്ടിയിട്ടില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നില്ല. എല്ലാം ഈ ജഡങ്ങളെ മാത്രം പരിചയപ്പെടുത്തി കൊടുക്കും. ജഡങ്ങൾക്ക് ചൈതന്യമായിരിക്കുന്ന ഒരു ആത്മീയതയെ പരിചയപ്പെടുത്തലേ ഇല്ല വിദ്യാഭ്യാസത്തിൽ. അതുകൊണ്ടാണ് ഗുരു പ്രബുദ്ധതയുള്ള വിദ്യാഭ്യാസത്തിന് ഏറെ ശ്രേഷ്ഠത കൊടുത്തത്. അപ്പോൾ ഈ ആത്മീയത എല്ലാവരും, നമ്മളും നമ്മുടെ കുട്ടികളും ഒക്കെ നേടുന്ന അറിവുകളിൽ ഈ ആത്മീയത കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഒത്തിരി ശാന്തവും സമാധാനവുമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏകത്വ ദൃക്കായി മാറണം. അതിനാണ് ഗുരു ഈ സൂത്രം നമുക്ക് തന്നിരിക്കുന്നത്. എങ്കിലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ശോകമോഹങ്ങളിൽ നിന്ന് നമുക്ക് ഒരു നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വ ദൃക്കിന് എന്ന് ഗുരു ചോദിച്ചിട്ടുണ്ട്. ഉപനിഷത്തൊക്കെ പഠിച്ചു കഴിഞ്ഞവരാണ്. തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതിനെയും കാണാൻ, അന്യൻ്റെ ദുഃഖം കാണുമ്പോൾ ഒരു ഹൃദയത്തിലൊരു വേദനയെങ്കിലും നമുക്ക് തോന്നിയില്ലെങ്കിൽ, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ തോന്നില്ലല്ലോ. ഒരു വഴി കിടന്ന് പെടയണ കണ്ടാൽ അവരെങ്ങനെ ചൂഷണം ചെയ്യാമെന്നാണ് വിചാരിക്കണത്, എങ്ങനെ ഫോട്ടോ എടുത്ത് എല്ലാവരെയും കാണിക്കാമെന്നാണ് വിചാരിക്കണത്. അതിനപ്പുറം ഹൃദയത്തിൽ കരുണയും അനുകമ്പയും സത്യവും ഒക്കെ ഉള്ള മനുഷ്യരെ നമുക്കിന്ന് വളരെയധികം കുറവാണ്. അപ്പോൾ അത് ഈ ആത്മീയതയുടെ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ്. ആത്മവിദ്യക്ക് സങ്കോചം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇരുട്ടാണ് ഇന്ന് ലോകത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സൂത്രങ്ങളെല്ലാം ഈ ഗുരുവിൻ്റെ ഈ വേദാന്ത ദർശനമൊക്കെ പഠിക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചമായി തന്നെ മാറേണ്ടതുണ്ട്. അത് മറ്റുള്ളവരിലേക്കൊക്കെ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന എന്തിനാണ് ഏകത്വ ദൃക്കാകണേന്ന് ചോദിച്ചാൽ ദുഃഖം മാറാനാന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഈ നമ്മൾ എന്ത് കാഴ്ചകളിലൂടെ കാണുന്നോ ആ കാഴ്ചകളെല്ലാം തന്നെ ആ ഏകതയെ ആശ്രയിച്ച് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്ത് കാഴ്ചകൾ നമ്മളിവിടെ കാണുന്നോ, എന്ത് കേൾവികൾ നമ്മളിവിടെ ശ്രവിക്കുന്നുവോ, എന്ത് രുചികൾ നമ്മളിവിടെ രുചിക്കുന്നുവോ, അതെല്ലാതും ആ ഏകതയെ ആശ്രയിച്ച് തന്നെ നിൽക്കുന്നവയാണ്. പക്ഷെ ഈ ആശ്രയിച്ച് നിൽക്കുന്ന എന്തൊക്കെയാണോ ബാഹ്യമായ കാഴ്ചകൾ, അത് പ്രതീതിയാണ്, ഭ്രമാത്മകമാണ്. അപ്പോൾ സത്യം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാണുന്ന കാഴ്ചകൾക്കും കേൾക്കുന്ന ശബ്ദങ്ങൾക്കും അപ്പുറമായിട്ട് ഏകമായ സത്യമുണ്ടെന്നും ആ സത്യാനുഭവത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ദുഃഖമില്ല, ശാന്തിയാണ്, സമാധാനമാണ് ഉള്ളതെന്നും നമുക്ക് അറിയാനായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനുൾപ്പെടെ സകലതും ആ ബ്രഹ്മമാണെന്നുള്ള അനുഭവത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന ഒരു ഭാഗം അങ്ങ് തീർക്കുമ്പോൾ അടുത്തൊരു ഭാഗത്തിൽ എൻ്റെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അസത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള അന്വേഷണമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ സമാപ്തിയാണ് ഈ സൂത്രം. അപ്പോൾ ഈ പ്രതീതി ചെന്ന് അവസാനിക്കുന്നതും എന്താ, ഞാനും എൻ്റേതുകളും, ഞാനെന്നറിയപ്പെടുന്ന എല്ലാ ജീവനും എൻ്റേതെന്ന് ചേർത്ത് വെച്ചേക്കുന്ന സകലതും ആ പരമസത്യത്തിൽ നിന്ന് അന്യമല്ല എന്ന ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സമർപ്പണം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഗുരു ഓം തസ്സത്.